ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി മുംബൈയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കൂടിക്കാഴ്ച അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ രണ്ടാം ദിന സമ്മേളനങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർഷകരുടെ സാങ്കേതിക ശാക്തീകരണത്തിനായി ഭാരത് വിസ്താർ ഡിജിറ്റൽ സംവിധാനത്തിന് തുടക്കം കുറിച്ച് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഷൻ 2031 ചർച്ചയിൽ ഉയർന്നുവന്ന ആശയങ്ങൾ വരുംകാല കേരളത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വളർച്ചയ്ക്ക് അടിത്തറയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി BNP അധ്യക്ഷൻ താരിഖ് റഹ്മാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ICC T20 ലോകകപ്പിൽ കാനഡയ്ക്കെതിരെ ന്യൂസിലൻഡിന് 174 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി മുംബൈയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപ്രധാന പങ്കാളിത്തവും സമകാലിക പ്രസക്തമായ ആഗോള പ്രാദേശിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പുറമെ ആഗോള പുരോഗതിക്കും കൂടിക്കാഴ്ച മാർഗമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന് പുതിയ ഉണർവ് നൽകാനാണ് കൂടിക്കാഴ്ച ലക്ഷ്യമിടുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പോസ്റ്റിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. AI ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷം 2026 പരിപാടി ഇരു നേതാക്കളും ചേർന്ന് ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെയും ഫ്രാൻസിലെയും ബിസിനസ് പ്രമുഖരും സ്റ്റാർട്ടപ്പ് പ്രതിനിധികളും ഗവേഷകരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ രണ്ടാം ദിന സമ്മേളനങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗത്തിന്റെ സാധ്യതകൾ സംബന്ധിച്ച നിർണായക ചർച്ചകളാണ് ഇന്ന് നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. പൊതുജനാരോഗ്യം, സാമൂഹിക ക്ഷേമം എന്നിവയ്ക്ക് നിർമ്മിത ബുദ്ധി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചും രാജ്യത്തെ വർദ്ധിച്ചുവരുന്ന AI സ്വാധീനത്തെക്കുറിച്ചും ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി ഇന്ന് ചർച്ച ചെയ്യും. നൂതനാശയങ്ങൾ, സാർവത്രിക പുരോഗതി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പാനൽ ചർച്ചകളും ഉച്ചകോടിയിൽ നടക്കും. 20ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. ആഗോള നിർമ്മിത ബുദ്ധി രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 5 ദിവസത്തെ ഉച്ചകോടി. 45 രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സംഘങ്ങൾ പരിപാടിയിൽ അണിനിരക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ 2026 ആശയങ്ങളുടെയും നവീകരണത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും സംഗമമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധിയെ ആഗോള നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നതിലെ ഇന്ത്യൻ പ്രതിഭകളുടെ കഴിവാണ് പ്രദർശന പരിപാടിയിലൂടെ പ്രകടമാകുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 6ാമത് ഇന്ത്യ ഫ്രാൻസ് വാർഷിക പ്രതിരോധ ചർച്ച രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെയും ഫ്രഞ്ച് സായുധ സേനാകാര്യമന്ത്രി കാതറിൻ ബൌഡ്ഷിന്റെയും അധ്യക്ഷതയിൽ ബംഗളൂരുവിൽ ഇന്ന് നടക്കും. പ്രതിരോധ സഹകരണ കരാർ 10 വർഷത്തേക്ക് കൂടി പുതുക്കുന്നതിനൊപ്പം ഹാമർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഇന്ത്യൻ സൈന്യത്തിലെയും ഫ്രഞ്ച് ലാൻഡ് ഫോഴ്സിലെയും ഉദ്യോഗസ്ഥരെ പരസ്പരം വിന്യസിക്കുന്നത് സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കും. കർണാടകയിലെ ടാറ്റ എയർബസ് H125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ അസംബ്ലി യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിന് ഇരു നേതാക്കളും സാക്ഷ്യം വഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ചേർന്നാണ് ഉദ്ഘാടനം വെർച്വലായി നിർവഹിക്കുക. രാജ്യത്തുടനീളമുള്ള കർഷകർക്കായി ഭാരത് വിസ്താർ ഡിജിറ്റൽ സംവിധാനത്തിന് തുടക്കം കുറിച്ച് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകരെ സാങ്കേതികമായി ശാക്തീകരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ AI അധിഷ്ഠിത പ്ലാറ്റ്ഫോം കാലാവസ്ഥാ വിവരങ്ങൾ, വിപണി വില, സർക്കാർ പദ്ധതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കും. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ വില ഉറപ്പാക്കുന്നതിൽ ഭാരത് വിസ്താർ ഏറെ പ്രയോജനം ചെയ്യുമെന്ന് ജയ്പൂരിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. सूक्ष्म सिंचाई योजना में राजस्थान देश में नंबर 1 है. आज देश का नेतृत्व कर रहा है. हमारा लक्ष्य है उत्पादन बढ़ाना. उसके लिए नई नई किस्में ICR फसलों की तैयार कर रहा है. मैकेनाइजेशन और तकनीकी का इस्तेमाल करके कम लागत में उत्पादन कैसे हो ताकि प्रॉफिट बढ़े, उसका प्रयास. किसान को उसके उत्पादन का दाम देना,
कृषि का विविधीकरण, प्राकृतिक खेती की तरफ बढ़ना और अब हमारा संकल्प है इंटीग्रेटेड फार्मिंग ताकि किसान की आमदनी बढ़ सके. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ആന്ധ്രാപ്രദേശിലെത്തും. വിശാഖപട്ടണത്ത് നടക്കുന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ 2026 രാഷ്ട്രപതി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in, prasarbharati.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. കേരള ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതിച്ചേർത്താണ് വിഷൻ 2031 സമ്മേളനം അവസാനിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചർച്ചയിൽ ഉയർന്നുവന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും വരും കാലത്തെ കേരളത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വളർച്ചയ്ക്ക് അടിത്തറയാകുമെന്നും സമാപന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സമ്മേളനത്തിന്റെ നിർദ്ദേശങ്ങളിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരുംകാലത്ത് കേരളത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വളർച്ചയ്ക്ക് അടിത്തറയാവും ഈ കോൺഫറൻസിൽ ഉയർന്നു വന്ന ചർച്ചകളും നിർദ്ദേശങ്ങളും. ഇത്തരം സംവാദങ്ങൾ എപ്പോഴും കേരളത്തിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ സമ്മേളനത്തിന്റെ നിർദ്ദേശങ്ങളിൽ തുടർ നടപടികൾ എടുക്കാൻ സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കും. അങ്ങനെ ഐക്യ കേരളം പിറവികൊണ്ടതിന്റെ 75ാം വർഷത്തിൽ നമ്മൾ വിഭാവനം ചെയ്ത ഒരു നവകേരളത്തിലേക്ക് എത്തിച്ചേരും. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭവുമായി ബന്ധപ്പെട്ട് വിവിധ ജമാഅത്തുകളിലെ ഇമാമുമാരുടെയും മഹല്ല ഭാരവാഹികളുടെയും യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. മാസപ്പിറവി കാണുന്നവർ ഇക്കാര്യം അറിയിക്കണമെന്ന് സംയുക്ത മഹല്ല ജമാഅത്ത് ഹസിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി എന്നിവർ അറിയിച്ചു. 10-12 ക്ലാസുകളിലെ CBSE പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമായി. 46 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. പുതിയ രീതി പ്രകാരം വർഷത്തിൽ 2 തവണ 10ാം ക്ലാസ് ബോർഡ് പരീക്ഷ നടത്തുന്നത് സംബന്ധിച്ച് CBSE വ്യക്തത വരുത്തി. ആദ്യ പരീക്ഷയിൽ കുറഞ്ഞത് 3 വിഷയമെങ്കിലും എഴുതിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ രണ്ടാമത്തെ പരീക്ഷ എഴുതാൻ സാധിക്കൂ എന്ന് ബോർഡ് അറിയിച്ചു. 1ാം പരീക്ഷ വിജയിച്ചവർക്ക് മാർക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി ഇംപ്രൂവ്മെന്റ് വിഭാഗത്തിൽ രണ്ടാമത് പരീക്ഷ എഴുതാനാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 22-ന്. പരിപാടിയുടെ 131ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഈ മാസം 20 വരെ അറിയിക്കാം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി BNP അധ്യക്ഷൻ താരിഖ് റഹ്മാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗ്ലാദേശ് പാർലമെന്റ് മന്ദിരത്തിന്റെ സൌത്ത് പ്ലാസയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം നേടിയാണ് BNP സഖ്യം ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തുന്നത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ICC T20 ലോകകപ്പിൽ കാനഡയ്ക്കെതിരെ ന്യൂസിലൻഡിന് 174 റൺ വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത കാനഡ നിശ്ചിത ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസെടുത്തു. ഉച്ചകഴിഞ്ഞ് 3-ന് ശ്രീലങ്കയിൽ നടക്കുന്ന മത്സരത്തിൽ അയർലൻഡ് സിംബാബ്വേയെയും വൈകിട്ട് 7-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ സ്കോട്ട്ലൻഡ് നേപ്പാളിനെയും നേരിടും. സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് വികിരണത്തിന്റെ തോത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പ്. പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി മുംബൈയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കൂടിക്കാഴ്ച അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയുടെ 2ാം ദിന സമ്മേളനങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർഷകരുടെ സാങ്കേതിക ശാക്തീകരണത്തിനായി ഭാരത് വിസ്താർ ഡിജിറ്റൽ സംവിധാനത്തിന് തുടക്കം കുറിച്ച് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഷൻ 2031 ചർച്ചയിൽ ഉയർന്നുവന്ന ആശയങ്ങൾ വരുംകാല കേരളത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള വളർച്ചയ്ക്ക് അടിത്തറയാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി BNP അധ്യക്ഷൻ താരിഖ് റഹ്മാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ICC T20 ലോകകപ്പിൽ കാനഡയ്ക്കെതിരെ ന്യൂസിലൻഡിന് 174 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.